പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ഈ ലൈവിൽ വരാൻ കാരണം കോട്ടയത്ത് കട്ടച്ചിറയിൽ ഒരു ആളിൻ്റെ മൃതദേഹം ഒരു സെമിത്തേരിയിൽ അടക്കാൻ ഓട്ടോസഭ സംബന്ധിച്ചിട്ട് പ്രശ്നമുണ്ടാക്കി. അതിനെക്കുറിച്ച് പറയാനാണ്. അതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ ഓട്ടോ സഭയോട് തന്നെ ചോദിക്കാറുണ്ട്. അവിടെ ഈ പ്രശ്നത്തിൻ്റെ മുന്നിൽ നയിക്കുന്നത് വിശ്വാസികളുടെ നീതിക്കായി മുന്നിൽ നിന്ന് നയിക്കുന്ന പരിശുദ്ധ സഭയുടെ വൈദിക ട്രസ്റ്റി ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ. നല്ല കാര്യം, കട്ടച്ചിറയെ കൂടെ പരിശുദ്ധൻ എന്ന് പറയണമായിരുന്നു. കാരണം പരിശുദ്ധ സഭയുടെ ആളെന്തി, അപ്പോൾ പിന്നെ പരിശുദ്ധരാണ്. ഞാൻ ചോദിച്ചോട്ടെ, പരിശുദ്ധ സഭ എന്ന് പറയുന്നത് എന്താണ്? അല്ലെ പരിശുദ്ധരാരാണ്? ഓട്ടോസഭ പരിശുദ്ധ സഭയാണോ? പറഞ്ഞതാ. ഫാദർ റോയ് കട്ടച്ചിറയിലോ അല്ലെങ്കിൽ കാതോലിക്കായോ പറഞ്ഞതാ ഓട്ടോസഭ പരിശുദ്ധ സഭയാണെന്ന്. കാതോലിക്ക ബാബ ഈയിടെ ഒരു നിയമം ഇറങ്ങി, മദ്യപന്മാരെ മരിച്ചാൽ ഇവിടെ തെമ്മാടിക്കുഴിയിൽ കൊണ്ടടക്കും. അത് ശരി, നല്ല കാര്യമാണ്. കാരണം അവിടെ കിടന്ന് അവർ മദ്യപിച്ചോട്ടെ. പള്ളിക്കകത്ത് ദേവാലയത്തിലെ കല്ലറ ശവക്കോട്ടയിലാണെങ്കിൽ മറ്റുള്ളവർക്ക് മണം കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലേ നിങ്ങൾ ഈ പരിശുദ്ധ സഭയെന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധത എന്താണ്? ഓട്ടോസഭ പരിശുദ്ധ സഭയാണോ? നിങ്ങൾക്കൊന്ന് പറയാമോ? ഓട്ടോസഭ ഭരിക്കുന്ന ഒരു കൊലക്കേസിൽ 1-ാം പ്രതി. ആ സഭയിൽ ദിവ്യാഗ്രഹമോഹികൾ, വ്യഭിചാരികൾ, സുവർഗഭോഗികൾ എന്നുവേണ്ട പണം പലിശയ്ക്ക് കൊടുക്കുന്ന പുരോഹിതർ വരെയുണ്ട്. നിങ്ങൾ കൈക്കൂലി മേടിക്കുന്ന ഭക്തന്മാരും പുരോഹിതന്മാരും നിങ്ങൾ പരിശുദ്ധ സഭയുടെ അംഗങ്ങളാണ്. പരിശുദ്ധ സഭയപ്പോഴ് പരിശുദ്ധ സഭയെ നയിക്കുന്നത് നിങ്ങളാണ്. അപ്പോഴാണ് പറയുന്നത് പരിശുദ്ധ സഭ. പക്ഷേ അതിനെക്കുറിച്ച് ഇനിയും പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചുണയുണ്ടെങ്കിൽ പരിശുദ്ധ സഭയിൽ നിന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധരാരെന്ന് തെളിയിക്കുക. നിങ്ങളെല്ലാം ഭക്തന്മാരെ പരിശുദ്ധൻ പരിശുദ്ധൻ പറയുമല്ലോ, ഒന്ന് തെളിയിക്കുക. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. കാതോലിക്ക ബാബ ഛത്തീസ്ഗഡിൽ തൻ്റെ കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് കിടന്ന് കരയിൽ കേട്ടു. അറിയാൻ വേണ്ടിയിട്ടാ. കാതോലിക്ക ബാബയ്ക്ക് എന്തോ അറിയാം. നിനക്ക് കാതോലിക്ക അതിനെപ്പറ്റി അവർ കളക്ട് ചെയ്യാനും ഓടാനും പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി 150 ഡോളർ വെച്ചും കളക്ട് ചെയ്യാനും അല്ലേ അറിയത്തുള്ളൂ. വേറെ വല്ലതും അറിയാമോ? എടാ, ഈ കുർബാന ചൊല്ലുന്ന എല്ലാ അവന്മാരും ചെയ്യും. നീയൊക്കെ ആ പുസ്തകത്തിൽ നോക്കി വായിക്കുന്നേ ഉള്ളൂ, അല്ല ഒന്നുമില്ല. ഇത് തന്നെ നിങ്ങൾ ശരിയായിട്ട് പട്ടത്വം കിട്ടിയതാണോ? പഠിച്ച് പാസ്സായതാണോ? 1500 രൂപ കൊടുത്ത് കൈക്കൂലി കൊടുത്ത് പാസ്സായ എത്ര പേരുണ്ട്? അവിടെയും കള്ളത്തരവാ. പരിശുദ്ധ സഭ ഛത്തീസ്ഗഡിലെ കന്യാസികളെയൊക്കെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു? നിനക്കറിയാമോ കാതോലിക്ക്? അതായത് നിയമപരമായിട്ട് എന്ത് ചെയ്താലും പോലീസ് അറസ്റ്റ് ചെയ്യില്ല. കാണുന്നവർ നിങ്ങൾ സഭകൾ മറ്റുള്ളവരെ അടിമകളാക്കി കൊണ്ടു നടക്കാൻ നോക്കുക. ഓട്ടോസഭ അത് തന്നെയാണ്. അവർ വിചാരിക്കുന്ന അടിമകളാണ്. അടിമകളുണ്ട്. കാരണം ഷണ്ടന്മാർ 3 വിധമുണ്ട്. അതിൽ ഉണ്ട്. ഇവിടെയും അടിമകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ കഞ്ഞിക്കുഴി കാതോലിക്ക പാതിരാത്രിക്ക് കഞ്ഞിക്കുഴി BJPയുടെ ഓഫീസിൽ പടക്കിഴി മാറ്റി പോയി. അതെന്തിനായിരുന്നു? നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പുറകെ പോകുന്നത് എന്തിനാ? കാരണം നിങ്ങളുടെ ഇരിക്കുന്ന കാശിൻ്റെ കണക്ക് ആരും ചോദിക്കരുത്. ഇന്നും കാതോലിക്കാർ ഞാൻ ചോദിക്കാം. നിങ്ങൾ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ പരിമലത്തിന് പേരിലെ കബറിൽ നിന്ന് കിട്ടുന്ന പണം, പരിമല പള്ളിയിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ കണക്ക് വല്ലോ എന്ന് പറയാമോ?
പറയത്തില്ല. നീയൊക്കെ പരിശുദ്ധന്മാരാണ്, നിങ്ങൾ നീതി ന്യായം നടപ്പാക്കുന്നു, നിങ്ങളുടെ കാശിൻ്റെ കണക്ക് ഗവൺമെൻറ് ചോദിക്കരുത്. അതിന് രാഷ്ട്രീയ പാർട്ടി പറയുന്നു. ഇനിയും അതിനുവേണ്ടി നിങ്ങൾ ഏതറ്റം വരെയും ഏത് പണി വേണമെങ്കിലും ചെയ്യും, അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ചെയ്യുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ഇപ്പോൾ 15 നോയമ്പാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയാം, ഞാൻ നിങ്ങളുടെ കുർബാന കാണാനും വിളിച്ചു പറയുന്നതും കേൾക്കാൻ പോകുന്നില്ല ഒരു പള്ളിയിലും. ഏതായാലും 15 ദൈവമാതാവിൻ്റെ വാങ്ങിപ്പെരുന്നാളോ ഏതോ 15 ഈ നോമ്പ് കാലത്ത് പോലും അനീതി കട്ടാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ? നിങ്ങൾ എന്തിനാ ഈ നോയമ്പെന്ന് പറയുന്നത്? നോയമ്പ് എന്തിന് നോക്കുന്നു? നിങ്ങൾ 15 ദിവസം രാവിലെ വായിട്ട് ബഹുമാന ചൊല്ലുന്നുണ്ട്. എന്താ അതിൻ്റെ ഉദ്ദേശം? അതിന് പ്രയോജനം എന്തുവാ? ആരെ കാണിക്കാനാണ്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. നോയമ്പാണ്. ആ നോയമ്പിൻ്റെ ഉദ്ദേശം എന്തുവാ? നോയമ്പ് എന്താണെന്ന് അറിയാൻ മാത്രം ദരിദ്രവാസികളാണ് ഇന്ന് സഭയിലുള്ളത്. പുരോഹിത വർഗമെന്ന് ഞാൻ പറയുന്നത്. ഇന്നലെ ഒരു മെത്രാൻ പറയുന്നത് കേട്ടു, പിള്ളേരെ പഠിപ്പിക്കുന്നത് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ പോരാ, അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാട് കൂടെ പറഞ്ഞു കൊടുക്കണം, അതാ ഇതാന്നും പറഞ്ഞ് അവിടെ അരമന ഇരുന്ന് അവിടുന്ന് പൊക്കിയപ്പോൾ ഒരു സ്ഥലത്ത് വന്ന് പ്രസംഗിച്ചതാ. സൺഡേ സ്കൂൾ വാദ്യന്മാരുടെ വാർഷികമോ എന്തോ എനിക്കറിയാം. ഇവിടെ ആഘോഷങ്ങളും ബീഘോഷങ്ങളുമാണ് ഇവനൊക്കെ. അതിന് കൂട്ടു വയ്ക്കാൻ കുറേ അവന്മാരുണ്ട്. വീടുകളിൽ കയറേണ്ട ആവശ്യമില്ല. ജോലി കഴിഞ്ഞാലും അതിൻ്റെ എന്ത് ചെയ്തിട്ടാണെങ്കിൽ സന്ധ്യ ആകുന്നതും വീട്ടിൽ പോകത്തില്ല. ഇങ്ങനെ കറങ്ങി നടന്നോളും. നടന്ന കുഴപ്പമില്ല. ഏതായാലും ഇതല്ല പ്രശ്നം. ഞാൻ ചോദിച്ചത്, ഒരു മനുഷ്യൻ ജീവനോട്ടിരിക്കുമ്പോൾ അവനോട് എന്താണെന്ന് പറയാം. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തെ നിങ്ങൾ അവഹേളിക്കുന്നത് ലോകത്തിലേക്ക് ഏറ്റവും വലിയ പാപം, ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. ഞാൻ ഇതിനകത്ത് പറയുന്നു, യാക്കോബക്കാരെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തൻ്റെ പുരോഹിതന്മാരെ നിർത്തിക്കൊണ്ട് വന്നെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, ആ ഒരു സഭയിൽ യാക്കോബ സഭയിലെ ഒരു വിശ്വാസി മരിച്ചു, അവരറിയുന്ന ആളാണ് മരിച്ചത്. ആ പുരോഹിതന്മാർ വന്നുകൊണ്ട് എന്താ പ്രശ്നം? നിങ്ങളെ വല്ലതും മോട്ടിച്ചോണ്ട് പോയോ? അതോ എന്തെങ്കിലും ചെയ്തോ? മക്കളെ, അന്ത്യക്കാലം കള്ളനും കൊള്ളപാതികളുമാണ് ഇന്നെല്ലാവരും. എല്ലാ സഭകളിലും അത് തന്നെയാണ്. പോക്കറ്റ് നിറയ്ക്കണം, വയറ് നിറയ്ക്കണം, പിന്നെ അവർക്ക് വേണ്ടത് ചെയ്യാനായിട്ടുള്ള കാശും ഉണ്ടാകണം, അത്രേ ഉള്ളൂ. ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ കാതോലിക്കായോ ഫാദർ റോയി ജോർജ് കട്ടച്ചിറയോ വല്ലതും എൻ്റെ നേരെ അമ്പും വില്ലും എടുത്തുകൊണ്ട് വരരുതേ. ഞാനിപ്പോഴേ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് ആരാണെന്ന് എനിക്കറിയാം. അത് ഞാൻ വിളിച്ചു പറയാതിരിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ പുറകെ വരാതിരിക്കുക നല്ലത്.